റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ. അതില്ലെങ്കിൽ ജീവിതത്തിന് വിലയില്ലല്ലോ. അല്ലാഹുവിലുള്ള ഈമാൻ ഉണ്ടാകുമ്പോ ഈമാനിന്റെ 6 ഘടകങ്ങളുണ്ടല്ലേ. അൽ ഈമാനു ബില്ലാഹ് വ മലായികതി വ കുതുബി വ റുസുലി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിൻ അല്ലാഹ്. 6 ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത്. ഈമാനിന്റെ 6 ഘടകങ്ങൾ. ഇതാറും ജീവിതത്തിന്റെ ഭാഗങ്ങളാക്കണം. അല്ലാഹുവിലുള്ള ഈമാൻ ഉണ്ടാകുമ്പോ അതിനർത്ഥം എന്താ? പടച്ചതമ്പുരാനുണ്ട് എന്ന് മാത്രം വിശ്വസിക്കലാണോ ഈമാൻ? അല്ല. എന്റെ റബ്ബ് എന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ റബ്ബിനെ ഞാനല്ലാത്ത എത്രയോ സൃഷ്ടികളുണ്ട്, കോടാനുകോടി സൃഷ്ടികൾ. ഞാൻ താമസിക്കുന്ന ഭൂമിയല്ലാത്ത കോടാനുകോടി ബില്യൺ കണക്കിന് ഭൂമികൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ. ഭൂമി എന്ന് പറഞ്ഞ ഗ്രഹം, പ്ലാനറ്റുകൾ അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. ഞാൻ വലിയൊരു ലോകത്തിന്റെ ഒരു ചെറിയ ഒരു കോണിലുള്ള ഒരു കൊച്ചു മനുഷ്യനാണ്. ഞാൻ അള്ളാഹുവിനെ ഓർത്തില്ലെങ്കിലും അള്ളാഹുവിനെ ഓർക്കാൻ ഇവിടെ ആളുകൾ വേറെയുണ്ട്. ഞാൻ നിസ്കരിച്ചില്ലെങ്കിലും എന്റെ റബ്ബിന് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. നഷ്ടം എനിക്കാണ്. ഇത് അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ട് വരേണ്ട വിഷയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസബ്ബിഹു ലഹു, അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെ? മൻ ഫിസ് സമാവാത്, ആകാശ ലോകങ്ങളിലുള്ള മുഴുവൻ ആളുകളും. മൻ ഫിസ് സമാവാത്, സമാവാത്തിന്റെ പ്രത്യേകത അതാണ്. ആകാശ ലോകം മലക്കുകളുടെ ലോകമാണ്, മാലാഖമാരുടെ ലോകമാണ്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. നബിയെ, അങ്ങ് കണ്ടില്ലയോ, ആകാശ ലോകങ്ങളിലുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മൻ, ജീവനുള്ള ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് മാ ഫിസ് സമാവാത്, ആകാശ ലോകങ്ങളിലുള്ള ജീവനില്ലാത്ത മുഴുവൻ സാധനങ്ങളും. ഇവിടെ പറഞ്ഞു ജീവനുള്ളത് മുഴുവനും. എല്ലാം അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരും അല്ലാഹുവിനെ പുകഴ്ത്തുന്നുണ്ടല്ലോ, തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ. വശംസു വൽ ഖമർ, നിങ്ങൾ കാണുന്ന സൂര്യനും ചന്ദ്രനും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനൊക്കെ. വന്നുജൂം, നക്ഷത്രങ്ങളും അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബിയെ, അങ്ങ് കണ്ടില്ലേ ഇതൊക്കെ? അങ്ങ് കാണുന്നില്ലേ? വൽ ജിബാൽ, പർവ്വതങ്ങളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നബിയെ. വശജറു, വൃക്ഷങ്ങളും പുല്ലുകളും ചെടികളും എല്ലാം അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. വദ്ദവാബ്, എല്ലാ മൃഗങ്ങളും അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട് നബിയെ. വകസീറും മിനന്നാസ്, ഒരുപാട് മനുഷ്യരും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. എല്ലാ മനുഷ്യരും എന്നുള്ള പറഞ്ഞില്ല, എല്ലാ മനുഷ്യരെന്ന് പറഞ്ഞില്ല. മനുഷ്യർ ചിലർ ഞാൻ അത് പറയൂല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. വകസീറും മിനന്നാസ്, ഒരുപാട് മനുഷ്യരും അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട് നബിയെ. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് അർഹരായി നിൽക്കുന്നവരുണ്ട്. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു ആരെയെങ്കിലും താഴ്ത്താനോ അല്ലാഹു ആരെയെങ്കിലും അപമാനിക്കുവാനോ ഉദ്ദേശിച്ചാൽ ഫമാ ലഹു മിൻ മുക്രിം, ഒരാളും പിന്നെ അയാളെ ബഹുമാനിക്കാൻ ഉണ്ടാവില്ല. അല്ലാഹു താഴ്ത്താൻ വിചാരിച്ചാൽ ആർക്കും അയാൾ ഉയർത്താൻ പറ്റില്ല. അല്ലാഹു ഉയർത്താൻ വിചാരിച്ചാൽ ആർക്കും താഴ്ത്താനും പറ്റില്ല. അല്ലാഹ് തരാൻ വിചാരിച്ചാൽ ആർക്കും തടയാൻ പറ്റില്ല. അല്ലാഹ് തരണ്ടാന്ന് വിചാരിച്ച ഒരാളെ കൊണ്ട് കൊടുക്കാനും കഴിയില്ല. ഇതങ്ങ് മനസ്സിലാക്കിയില്ലയോ നബി എന്ന് ചോദിക്കുന്നത്. അല്ലാഹുവിലുള്ള ഈമാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുത്തുന്നുണ്ടോ? പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ആകാശലോകത്ത് അല്ലാഹുവിന്റെ ആകാശലോകം പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വമാ ഫീഹാ മൗളിഉ അർബഇ അസാബിഅ,
4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ആകാശലോകത്ത് ബാക്കിയില്ല. ഇല്ലാവ മലക്കുൻ സാജിദുൻ ഔ റാക്കിഅ. ആകാശലോകത്തെ 4 വിരല്, ആകാശം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കി കാണും. ഭയങ്കര സംഭവമല്ലേ. ഒന്നാം ആകാശം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല, ഇപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നക്ഷത്രങ്ങളുടെ ബിയോണ്ട് ദ സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ ലിമിറ്റുകൾക്കൊക്കെ അപ്പുറത്ത് ഒന്നാം ആകാശം കിടക്കുന്നത് തന്നെ. അതെവിടെയാണെന്ന് എത്ര ദൂരം നമുക്കറിയുന്നില്ല. 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം പോലും ആകാശലോകത്ത് ബാക്കിയില്ല. ഇല്ലാവ മലക്കുൻ സാജിദുൻ, ഒരു മലക്ക് സുജൂദിലോ ഔ റാക്കിഅൻ റുകൂഇലോ ആയിട്ടല്ലാതെ ബാക്കിയില്ല. എല്ലായിടത്തും ഒരു പിന്നു കുത്തുന്ന സ്ഥലം പോലും അവിടെ ബാക്കിയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ ഇരിക്കുകയാണ്, സുജൂദിലാണ്. വല്ലാഹി, അല്ലാഹുവേ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലാ. ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയങ്ങളും അല്ലാഹുവിന്റെ രഹസ്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ. ഇന്ന് കരച്ചിൽ കുറവാണല്ലേ, കോമഡിക്കാൻ ആൾക്കാർ ഇരിക്കുള്ളൂ. കോമഡി കേട്ടാണ്, ചിരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. തങ്ങൾ പറയാ, ഞാൻ അറിയുന്ന പോലെ കാര്യം നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, ഒരുപാട് കരയും. അത് മാത്രമല്ല, വലമാ തനസ്സൽതും ബിന്നിസാഇ അലൽ ഫുർസി, നിങ്ങളുടെ വിരിപ്പുകളിൽ നിങ്ങളുടെ സഹധർമ്മിണിമാരുമായി, നിങ്ങളുടെ ഭാര്യമാരുമായി ആസ്വദിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ അറിയുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നമുക്കതിന് തോന്നില്ല. വലഖറജ്തും ഇലസ്സഉദാതി തജ്അറൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് നിങ്ങൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയേനെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇങ്ങനെയാണ് കാര്യം. അഹ്ലുസ്സമാഇ യഖൂലൂൻ, ആകാശലോകത്തുള്ളവർ പറയുന്നുണ്ട്, സുബ്ഹാനദിൽ ഇസ്സതി വൽ ജബറൂത്ത്. ഒരു കൂട്ടം മലക്കുകൾ അതാ പറയുന്നത്, സുബ്ഹാന, നീ പരിശുദ്ധനാണല്ലോ, ദിൽ ഇസ്സതി വൽ ജബറൂത്ത്, അഭിമാനവും അധികാരവും നിന്റെ കയ്യിലാണ്. വേറെ ഒരു കൂട്ടം മലക്കുകൾ പറയുന്നത്, സുബ്ഹാനദിൽ മുൽക്കി വൽ മലകൂത്ത്, അല്ലാഹുവേ രാജാധികാരവും രഹസ്യലോകത്തിന്റെ അധികാരവും നിന്റെ കയ്യിലാണ്. വേറെ ഒരു കൂട്ടരും മലക്കുകളുടെ തസ്ബീഹ്, സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്ത് വൽ ഇൻസു വൽ ജിന്നു യമൂതൂൻ, മരിക്കാത്ത അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ, മനുഷ്യരും ജിന്നുകളൊക്കെ മരിക്കുമല്ലോ, നീ മരിക്കില്ലല്ലോ അല്ലാഹ്. ഇങ്ങനൊരു വലിയ ലോകം, അള്ളാഹുവിന്റെ ലോകമുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നത് നമ്മുടെ ബെനഫിറ്റിനാണ്, നമ്മുടെ നന്മക്കാണ്, നമ്മുടെ പരലോകത്തിലാണ്. മലക്കുകൾ വിശ്വസിക്കുന്നുണ്ട്. വൽ ഈമാനു ബിൽ മലായിക, മുഅ്മിനെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വിശ്വസിക്കുന്നവൻ എന്റെ കൂടെ മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കണം. വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഞാൻ എന്ത് പറഞ്ഞാലും റഖീബ് അതീദ്, മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പഴല്ലേ മലക്കുകൾ വിശ്വസിക്കാന്ന് പറയുള്ളൂ. എന്റെ കൂടെ മലക്ക്, നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ മലക്കുകൾ വിശ്വസിക്കുക, കുട്ടികൾ എണ്ണി പറയും, പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, പില്ലേഴ്സ് ഓഫ് ഫെയ്ത്ത്, ഇസ്ലാമിന്റെ പില്ലറുകൾ അല്ലെങ്കിൽ സ്തംഭങ്ങൾ, വിശ്വാസത്തിന്റെ സ്തംഭങ്ങൾ എണ്ണി പറഞ്ഞൊരു ഈമാൻ കാര്യം, ഇസ്ലാം കാര്യമൊക്കെ. അത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെ പഠിക്കേണ്ടത്. പക്ഷെ വലുതായി കഴിഞ്ഞാൽ എന്റെ ജീവിതവുമായി ഇത് എങ്ങനെ ബന്ധിക്കുന്നു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈമാൻ നമ്മുടെ ഖൽബ് ഉറപ്പിച്ചു തരട്ടെ. മലക്കുകൾ എഴുതി വെക്കുകയാണ്, നമുക്ക് അറിയുന്നുണ്ടോ? നമ്മൾ വാട്സപ്പിൽ വല്ല മെസ്സേജും വിടുമ്പോൾ, ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ എന്റെ റഖീബ് അതീദ് മലക്കുകൾ ഞാൻ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ എന്റെ കൂടെ നോക്കിയിരിക്കുകയാണ്, എന്താണ് ഇവനെ ചെയ്യുന്നത് എന്ന് നമ്മളത് ചിന്തിക്കാറുണ്ടോ? എന്റെ കൂടെ ഇവരുണ്ടല്ലോ, ഞാൻ എന്ത് ഫോൺ ചെയ്തിട്ടുണ്ടോ, ഞാൻ ആരോട് പറയണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്റെ റഖീബ് അതീദ് കേൾക്കുന്നുണ്ടല്ലോ, അവരത് അറിയുന്നുണ്ടല്ലോ. ഇത് ഓർമ്മ വരുമ്പോഴാ മലക്കുകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് വരാറുണ്ടോ? ഇതാണ് വിഷയം. മുർസലി, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ ഈമാൻ ഉണ്ടാവണം.
മുർസലീങ്ങളുടെ വിശ്വാസം, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുർസലീങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു രസം, അത് കേൾക്കാൻ ആഗ്രഹം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സ്നേഹം തോന്നുന്നത് നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? തങ്ങളോടൊരു ഹബ്ബ്. എത്രയോ തവണ മദ്യപിച്ച് അതിന്റെ ശിക്ഷ നടപ്പാക്കാൻ കൊണ്ടുവരപ്പെട്ട ഒരു മനുഷ്യൻ നബി തങ്ങളുടെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരും, 70 അടി വാങ്ങിച്ചു പോകും. കള്ളുകുടിക്കാണ് കേസ്, കൊണ്ടുവരും. 4-5 പ്രാവശ്യം വന്നപ്പോ ഒരു സഹാബി പറഞ്ഞു, ലഅനഹുല്ലാഹ്, അല്ലാഹ് ശപിക്കട്ടെ ഈ മനുഷ്യനെ. ഈ കള്ളു കുടിച്ചിട്ട് എത്ര തവണയാണ് നബിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത്? ഇയാൾ അല്ലാഹ് ശപിക്കട്ടെ എന്നാണ്. നിങ്ങൾ ആ മനുഷ്യനെ ശപിക്കലിൻ, ഈ മനുഷ്യൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിന്റെ ഉള്ളിൽ എവിടെയോ ഇയാൾക്ക് ഈമാനുണ്ട്, പക്ഷേ കൂട്ടുകെട്ട് കൂടുമ്പോ കള്ളുടിച്ചു പോവാൻ. ഖൽബിന്റെ ഉള്ളിൽ എവിടെയോ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ശപിക്കരുത്, നിങ്ങൾ ശാപത്തിന്റെ വാക്കുകൾ പറയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുർസലീങ്ങളോട് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് അവർ ചെയ്തതുപോലെ ചെയ്യാൻ തോന്നുന്നത്. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ആ നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അപ്പൊ നബി തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോൾ വല്ലാത്തൊരു രസം. അംബിയാഇന്റെ ചരിത്രം, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഊഹൈന, ഏറ്റവും രസകരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ നബിയെ, അത് അംബിയാഇന്റെ ചരിത്രമാണ്. അത് കേൾക്കുമ്പോൾ ഒരു ആനന്ദം. സീരിയൽ കാണുന്ന രസം അംബിയാഇന്റെ കഥ കേൾക്കുമ്പോൾ ഉണ്ടോ? അതാണിപ്പോ വിഷയം. ഒരു സിനിമ കാണുന്ന അനുഭവത്തിൽ കിട്ടുന്ന ഒരു രസം അംബിയാഇനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? ഞാനും മുസ്ലിം തന്നെ, ഞാനും മുഅ്മിൻ തന്നെ. എന്ത് മുഅ്മിന? ഇവിടെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിലൊക്കെ പോയി ഇങ്ങനൊരു പോക്ക് പോയി നമ്മൾ മരിച്ചാൽ നമ്മളെ മുഅ്മിനീങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞ കൂട്ടത്തിൽ പോകാൻ നമുക്ക് കഴിയോ? കാലിന് എനർജി അല്ല തരുവാ നേരത്ത് നടക്കാൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വലിയൊരു ദൗത്യത്തിന് പറഞ്ഞേക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കണം. അങ്ങനത്തെ ഒരു കിതാബ് നമ്മുടെ മുമ്പിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ അല്പാൽപമായി അവതരിപ്പിച്ചു തരുന്നു നബിയെ. ഈ ഖുർആൻ എന്താണെന്നറിയുമോ? മാ ഹുവ ശിഫാഉൻ വറഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് ശിഫയാണ്. ശിഫയാണ് ഖുർആൻ, ശിഫയാണ്. ശിഫ ജസീറയിൽ പോയാലും ശിഫ കിട്ടുമായിരിക്കും. പക്ഷെ ഖുർആൻ ഒരു ശിഫയാണ്. ഏത് മുസ്തഷ്ഫകൾ, മുസ്തഷ്ഫ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ശിഫായിനെ തേടിപ്പോകുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇസ്തഷ്ഫ, മുസ്തഷ്ഫ എന്ന് പറയുന്നത്. ശിഫാ അവിടെ ഉണ്ടാകുമെന്ന് തേടിപ്പോവാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിന് മുസ്തഷ്ഫ, ശിഫാ എന്ന് പറഞ്ഞ വാക്കെന്നാണ് വരുന്നത്. ശിഫാ തേടിപ്പോകുന്ന സ്ഥലം. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഇറക്കി തരുന്നുണ്ട്. മാ ഹുവ ശിഫാഉൻ, ഇതിൽ ശിഫയുണ്ട്. ഖുർആനിൽ ശിഫയുണ്ട്. വറഹ്മ, കാരുണ്യമുണ്ട്, റഹ്മത്തുണ്ട്. മനുഷ്യരെ മുഴുവനും നമ്മളോട് മോശമായി പെരുമാറാന്ന് വിചാരിക്കുക. ചുറ്റുപാടുള്ള മുഴുവൻ ആളുകൾ നമ്മളോട് ആക്രോശിക്കുകയാണ്. അല്ലാഹുവിന്റെ കിതാബ് എടുത്ത് ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ ഓതി തുടങ്ങിയാൽ ആരുടെ കൽബിലാണോ നിങ്ങളോട് ദേഷ്യമുള്ളത്, വെറുപ്പുള്ളത്, ആ കൽബുകളിലേക്ക് റഹ്മത്ത് അല്ലാഹു ഇട്ടുകൊടുക്കും. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വന്നു തുടങ്ങും. ഖുർആൻ എടുക്കും, പത്രം 4-5 വായിക്കുന്നുണ്ട്, ഒരൊറ്റ പേജ് ഖുർആൻ ഓതിട്ടില്ല. എന്താണ് അവസ്ഥ? ഏതെങ്കിലും മാഗസിനുകൾ നമുക്ക് വായിക്കാൻ പാടില്ലാത്തതോ, മോശപ്പെട്ട ചിത്രങ്ങളുള്ളതോ, മോശപ്പെട്ട കണ്ടന്റുകളുള്ളതോ ഉള്ള പുസ്തകങ്ങളോ,
മാഗസിനുകളോ നമ്മൾ മറിക്കുന്ന പേജ് മറിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേജുകൾ നമ്മൾ മറിക്കാറുണ്ടോ? അള്ളാഹിന്റെ കിതാബിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്ത് വിശ്വാസം? റമളാൻ വരുമ്പോൾ എടുത്തു നോക്കും, റമളാൻ കഴിഞ്ഞാൽ പൂട്ടി വെക്കും ചെയ്യും. അത് പോരല്ലോ. ഈമാൻ എന്ന് പറയുന്നത് നുത്ഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്നതാണ്, നാവ് കൊണ്ട് പറയണം. പിന്നെ കൽബ് കൊണ്ട് വിശ്വസിക്കണം. കർമ്മങ്ങൾ, കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഈമാനെ സംബന്ധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ, ഈമാൻ കർമ്മങ്ങൾ നന്നാകുമ്പോൾ കൂടുന്നതും കർമ്മങ്ങൾ മോശപ്പെടുമ്പോൾ കുറയുന്നതുമാണ്. ഈമാൻ കൂടും ചെയ്യും, കുറയും ചെയ്യും, വേരിയേഷൻ വരും. കൂടും ചെയ്യും, കുറയും ചെയ്യും. എങ്ങനെ കൂടും? നന്മകൾ ചെയ്യുമ്പോൾ കൂടും. ഈമാൻ കുറയും എപ്പോ? വയൻഖുസു ബിൽ മഅസിയ, തിന്മകൾ ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ അത് കുറഞ്ഞു വരും. ഈമാൻ അങ്ങനെയാണ്. നാവ് കൊണ്ട് പറയണം, ഖൽബ് കൊണ്ട് വിശ്വസിക്കണം. ഈമാനും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നടന്നാലും പോരെ. അമലും ബിൽ അർകാൻ നുത്ഖും ബിൽ ലിസാൻ വതസ്ദീഖും ബിൽ ജനാൻ വഅമലും ബിൽ അർകാൻ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഇതാണ് ഈമാൻ. നാവ് കൊണ്ട് പറയുന്നത്, ഖൽബിലുറച്ച് വിശ്വസിക്കുന്നത്, അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്നത്, നന്മകൾ ചെയ്താൽ വർദ്ധിക്കുന്നതും തിന്മ ചെയ്താൽ കുറയുന്നതും. നമ്മുടെ ഈമാൻ എവിടെയാണ്? അല്ലാഹുവേ, ഞങ്ങൾക്ക് പരിപൂർണമായി ഈമാൻ തരണേ പടച്ചവനെ. വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കണം, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കണം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് വയുത്ഇമൂന അത്'ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മളും തമ്മിലുള്ള ഇടപാടുകൾ നന്നാക്കുന്നതുമെല്ലാം ലിവജ്ഹില്ലാഹ്, നാളെ റബ്ബേ നിന്റെ മുമ്പിൽ വന്ന് പ്രതിഫലം വാങ്ങണം, നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നാളെ പരലോകം. അതുകൊണ്ടാണ് നമ്മൾ സ്വതക്ക ചെയ്യുന്നത്. വൽഈമാനു ബിൽ ഖദരി വൽ ഖളാഅ്, നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അവിടെ നടക്കുന്നത്. എന്ത് വിഷയങ്ങളും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതാണ് ഖദറിലും ഖളാഇലും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനു വിഷമിക്കണം? പിന്നെ നമുക്ക് എന്ത് നന്മ വരണോ തിന്മ വരണമോ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇങ്ങനെയാണ് ഈമാനെങ്കിൽ അതിന്റെ പ്രതിഫലനം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടു തുടങ്ങണം. നമ്മുടെ ഈമാൻ നമ്മുടെ വെളിച്ചമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു പ്രശോഭിപ്പിച്ചു തരട്ടെ.